പീരിമേട് പ്ലാക്ക് തടത്തിയ ആദിവാസി സ്ത്രീ സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന ഗുരുതരമായ ചട്ടലംഘനവും ആഭ്യന്തര വകുപ്പിലേക്കുള്ള കടന്നുകയറ്റവുമെന്ന് ആദിവാസി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി രാജിവെക്കുകയും കോട്ടയം ഡിഎഫ്ഒയെ സസ്പെൻഡ് ചെയ്യുകയും വേണമെന്ന് ആദിവാസി ഏകോപന സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. പീരിമേട് പ്ലാക്കത്തടത്തെ ഗോത്രവർഗക്കാരിയായ സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന ഗുരുതര ചട്ടലംഘനമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിക്കും മുമ്പേ ആന നിരപരാധിയാണെന്നും ഇതൊരു കൊലപാതകമാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തതിലൂടെ മുഖ്യമന്ത്രിക്കും മേലെയാണ് വനമന്ത്രി ശശീന്ദ്രൻ എന്ന് സ്ഥാപിക്കുകയും ചെയ്തത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. കൊലപാതകമാണെങ്കിൽ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് ഇടുക്കി ജില്ലാ പോലീസ് മേലധികാരികളാണ്. ഈ നിമിഷം വരെ പോലീസ് വകുപ്പ് പത്രസമ്മേളനം നടത്തുകയോ പ്രതിയായി ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്തമാണെന്നും ആദിവാസി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നിരന്തരം ഈ സർക്കാരിന് കീഴിൽ ഏറ്റവും കൂടുതൽ ആശയമുണ്ടായിരുന്നൊരു വകുപ്പാണ് ഫോറസ്റ്റ് വകുപ്പ്. അത് വനംവകുപ്പ് മന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒരു കഴിവുകളായിട്ടാണ് ഞങ്ങൾ ഈ സംഘടന കാണുന്നത്. ഞങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, വനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരത്തെ ഞങ്ങൾ പരാതി കൊടുത്ത് ഈ സംഘടന പരാതി കൊടുത്തിട്ടുള്ളതാണ്. കോട്ടയം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ നിരുത്തരവാദിത്തപരമായാണ് വിഷയത്തെ കണ്ടത്. സംഭവസ്ഥലം വ്യക്തമായ പരിശോധന നടത്താതെ വിഷയത്തെ ലഘൂകരിക്കുകയും മരണത്തിൽ സംശയം തോന്നിയ അദ്ദേഹം മൃതദേഹം വിദഗ്ധ പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും മുമ്പേ അദ്ദേഹം വിധി കൽപ്പിച്ചത് സംശയാസ്പദമാണ്. അതിനാൽ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് വിഷയത്തിൽ സ്വതന്ത്രമായ സർക്കാർ ഏജൻസിയെ കൊണ്ട് അടിയന്തര അന്വേഷണം നടത്തണമെന്നും ആദിവാസി ഏകോപന സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.